നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ചോട്ടി സ്റ്റിച്ചിൻ്റെ 2 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. ഈ മെത്തേഡ് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് മെത്തേഡ് പോലെ തന്നെയാണ് സ്റ്റിച്ചിങ് എല്ലാം വരുന്നത്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യം ചെറിയ ത്രെഡിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. സെക്കൻഡ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കുറച്ച് ഭാഗം വിട്ട് നമുക്ക് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിന് ശേഷം ആ ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇനി നേരെ റിവേഴ്സ് താഴെ വരിക. താഴെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും മുകളിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. നേരെ റിവേഴ്സ് താഴെ വരിക, ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും നമ്മൾ ഡ്രോ ചെയ്ത ലൈനിലേക്ക് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇപ്പോൾ ഓരോ ലെയർ വെച്ച് നമ്മൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തേ. ഇനി സെക്കൻഡ് ലെയറാണ്. മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇവിടെ റിവേഴ്സ് വരത്തില്ല, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇനി റിവേഴ്സ് നമ്മൾ ആ സെൻറ്റർ ലൈനിലേക്ക് വരിക. സെൻറ്റർ ലൈനിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇനി വീണ്ടും മുകളിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. മുകളിലേക്ക് ചെയിൻ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ക്രോസ് ചെയിൻ കൊടുത്തില്ലേ, ക്രോസ് ചെയിൻ കൊടുത്തതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അടുത്ത ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഈ മെത്തേഡിൽ നമ്മൾ ക്രോസ് കൊടുക്കുന്ന 2 ലൈൻസ് അടുപ്പിച്ചാണ് വരുന്നത്, ഗ്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും സെൻറ്റർ ലൈനിലേക്ക് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇനി നേരെ മുകളിലേക്ക് പോവുക. മുകളിൽ ഇപ്പം നമ്മൾ ക്രോസ് കൊടുത്തില്ലേ, ആ ഒരു ക്രോസ് കൊടുത്ത സ്ഥലത്ത് നിന്ന് കുറച്ച് ഗ്യാപ്പിൽ താഴെയായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് കൊടുക്കുക, അവിടെ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും സെൻറ്റർ ലൈനിലേക്ക് വരിക, സെൻറ്റർ ലൈനിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇനി മുകളിൽ ഇപ്പം നമ്മൾ ക്രോസ് കൊടുത്തതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ആ ക്രോസിനോട് ചേർന്ന് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. സെൻറ്റർ ലൈനിലേക്ക് വരിക, സെൻറ്റർ ലൈനിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും മുകളിൽ നമ്മൾ ലാസ്റ്റ് കൊടുത്ത സ്റ്റിച്ചിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ക്രോസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. സെൻറ്റർ ലൈനിലേക്ക് വരിക, സെൻറ്റർ ലൈനിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും മുകളിൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊടുത്ത സ്റ്റിച്ചിനോട് ചേർന്ന് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച് കൊടുത്തു. ആ ക്രോസ് ആ ഫസ്റ്റ് കൊടുത്ത ക്രോസുമായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ, അതായത് 2 ലെയർ വരുന്ന രീതിയിലാണ് നമ്മൾ ക്രോസ് കൊടുക്കുന്നത്. പിന്നെ ഈ സ്റ്റിച്ചിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ താഴേക്ക് കൊടുക്കുന്ന ഗ്യാപ്പ്. നമ്മൾ സെൻറ്റർ ലൈനിലേക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ മുകളിൽ ഓരോ ക്രോസും തമ്മിൽ ഗ്യാപ്പ് കൊടുക്കുന്നില്ലേ, ആ ഒരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു സെൻറ്റർ ലൈനിൽ ഗ്യാപ്പ് കൊടുക്കുന്നത്. പക്ഷേ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് എത്തുമ്പോഴേക്ക് നമ്മൾ ഗ്യാപ്പ് കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ ആ ഒരു എൻഡിങ് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. സെക്കൻഡ് മെത്തേഡും തേർഡ് മെത്തേഡും തമ്മിൽ ഈ ഒരു ക്രോസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സെക്കൻഡ് മെത്തേഡിൽ ഒരു ക്രോസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളായിരുന്നു. തേർഡ് മെത്തേഡിൽ 2 ക്രോസ് നമ്മൾ അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് മെത്തേഡിൽ 1 സൈഡ് മൂന്നാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്ത് ക്രോസ് പോയാണ് ഓപ്പോസിറ്റ് സൈഡിൽ മൂന്നാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ സെൻറ്റർ ലൈനിലേക്ക് വരികയായിരുന്നു. ഇവിടെ ഫസ്റ്റ് ക്രോസ് പോകുന്നത് 2ാമത്തെ ലെയറിലാണ്. 2ാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്ത് ക്രോസ് 2ാമത്തെ ലെയർ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് സെൻറ്റർ ലൈനിലേക്ക് വരിക. വീണ്ടും മുകളിലേക്ക് 3ാമത്തെ ലെയർ ഫസ്റ്റ് കൊടുത്ത ക്രോസിൻ്റെ തൊട്ടടുത്തായിട്ട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് അതിനോട് ചേർന്ന് 3ാമത്തെ ലെയർ ഓപ്പോസിറ്റ് സൈഡിലും ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സെക്കൻഡ് മെത്തേഡും തേർഡ് മെത്തേഡും തമ്മിൽ. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴേക്ക് കണ്ടോ ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു വന്നത്. ലാസ്റ്റിൽ ഗ്യാപ്പ് കൊടുക്കാതെ നമ്മൾ ചേർത്ത് തന്നെ സെൻറ്റർ ലൈനിൽ സ്റ്റിച്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതുപോലെ കറക്റ്റ് ഫിനിഷിങ്ങിൽ ഇരിക്കത്തുള്ളൂ. പിന്നെ ഇവിടെ എൻഡ് നോട്ട് ഇടുന്നത് അറിയാമല്ലോ, ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, അതിനുശേഷം എൻഡ് നോട്ടും കൊടുക്കുക. ഇനി ഡ്രോ ചെയ്തുകൂടി കാണിക്കാം. നമ്മൾ മുകളിൽ ഡ്രോ ചെയ്ത സെയിം അതേപോലെ തന്നെയാണ്
ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് മുകളിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, റിവേഴ്സ് സെൻറ്റർ ലൈനിൽ വരിക, അതിനുശേഷം ഒരു സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, വീണ്ടും റിവേഴ്സ് സെൻറ്റർ ലൈനിൽ വരിക, ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, റിവേഴ്സ് സെൻറ്റർ ലൈനിൽ വരിക, ഇനി വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്. ഇവിടുന്ന് റിവേഴ്സ് വരത്തില്ല, നമ്മൾ ക്രോസ് ഓപ്പോസിറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, അതിനുശേഷം സെൻറ്റർ ലൈനിലേക്ക് വരിക, വീണ്ടും അതേ സൈഡിലേക്ക് തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്. ഇപ്പോൾ ക്രോസ് കൊടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചേർന്ന് ഒരു ക്രോസ് കൊടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം സെൻറ്റർ ലൈനിലേക്ക് വരിക. സെൻറ്റർ ലൈനിൽ ഗ്യാപ്പ് കൊടുത്ത് വേണം ചെയിൻ സ്റ്റിച്ചും ലോക്ക് സ്റ്റിച്ചും കൊടുക്കാൻ. എക്സ്ട്രാ സ്റ്റിച്ചസ് വേണമെങ്കിലും നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും മുകളിൽ സൈഡിലേക്ക് പോവുക, അവിടെ ചെയിൻ സ്റ്റിച്ചും ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക, ക്രോസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരിക, ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, ഇനി നേരെ സെൻറ്റർ ലൈനിലേക്ക്. വീണ്ടും മുകളിൽ ഇപ്പോൾ ക്രോസ് കൊടുത്തതിൻ്റെ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് വീണ്ടും ഒരു ക്രോസ് കൊടുക്കുക, ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, സെൻറ്റർ ലൈനിലേക്ക് വരിക. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഇവിടെ നമ്മൾ സൈഡിലേക്ക് 3 ലെയർ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ലെയറിൽ നിന്നാണ് ഫസ്റ്റ് ആ ഒരു ഹൊറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത്. തൊട്ട് താഴത്തെ ക്രോസ് നമ്മൾ 3ാമത്തെ ലെയറിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി സിൽക്ക് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യാം. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം നമുക്ക് മുകളിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, റിവേഴ്സ് സെൻറ്റർ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, ഇനി ഒരു സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, വീണ്ടും റിവേഴ്സ് സെൻറ്റർ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, വീണ്ടും റിവേഴ്സ് സെൻറ്റർ ലൈനിലേക്ക് വരിക, ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്. സെൻറ്ററിൽ ഇതേപോലെ ഗ്യാപ്പ് കൊടുത്ത് വേണം കേട്ടോ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ സെക്കൻഡ് ലെയറാണ് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് ക്രോസിൽ ഒരു ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക, വീണ്ടും റിവേഴ്സ് സെൻറ്റർ ലൈനിലേക്ക് വരിക, ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, വീണ്ടും സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്. ഇപ്പം നമ്മൾ ക്രോസ് കൊടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിനോട് ചേർന്ന് ക്രോസ് കൊടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, വീണ്ടും സെൻറ്റർ ലൈനിലേക്ക് വരിക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വീണ്ടും മുകളിൽ പോയി ഇപ്പോൾ ആ ഒരു ക്രോസ് കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പിൽ താഴെ ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, ഇനി സെൻറ്റർ ലൈനിലേക്ക് വരിക, ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, വീണ്ടും ഇപ്പോൾ ക്രോസ് കൊടുത്തതിനോട് ചേർന്ന് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, അതിനോട് ചേർന്ന് തന്നെ ക്രോസ് ഓപ്പോസിറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച്, വീണ്ടും സെൻറ്റർ ലൈനിലേക്ക് വരിക. ഇവിടെ ഏറ്റവും മുകളിലത്തെ ഒരു ലെയർ മാത്രമേ ഉള്ളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ബാക്കി താഴോട്ടുള്ള സ്റ്റിച്ചുകളെല്ലാം നമുക്ക് ആ ഒരു ഹോറിസോണ്ടൽ ചെയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ലോങ് ചെയിൻ മാത്രം എടുത്താൽ മതി സൈഡിലേക്ക്. അതുപോലെ ഇവിടെയും സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ബീഡ്സ് ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ബീഡ്സ് ആഡ് ചെയ്യുന്നതിനേക്കാൾ അല്ലാതെ ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗി. ബീഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡബിൾ ലെയർ ക്രോസ് കൊടുക്കുന്നത് അത്ര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കത്തില്ല. ആ ബീഡ്സ് മാത്രമേ ആ ഒരു സെൻറ്ററിൽ കാണത്തുള്ളൂ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഭംഗി നമ്മളിങ്ങനെ ഡബിൾ ലെയറിൽ കാണുന്നതാണ്. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ലാസ്റ്റിൽ ഫിനിഷ് ചെയ്യുന്നതാണ്. നെക്കിൻ്റെ ബോർഡറായിട്ടോ അല്ലെങ്കിൽ സ്ലീവ്സിൻ്റെ ബോർഡറായിട്ടൊക്കെ ഈ സ്റ്റിച്ച് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് പോയിൻറ്റിൽ തന്നെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യണം. ആ ലെന്ത് കുറച്ചുകൊണ്ട് വന്ന് കറക്റ്റ് പോയിൻറ്റിൽ ഫിനിഷ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാണ് ചോട്ടി സ്റ്റിച്ചിൻ്റെ തേർഡ് മെത്തേഡ്. സ്റ്റിച്ച് ഒന്നാണെങ്കിലും 3 മെത്തേഡിനും വ്യത്യസ്ത ഭംഗിയാണ്. 3 മെത്തേഡും നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്